ഹലോ മക്കളെ, അരുമ മിസ് ആണ്. എല്ലാവരും ഇപ്രാവശ്യത്തെ USS പാറ്റേണിൽ വന്ന മാറ്റം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പാറ്റേണിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വളരെ ഭീകരമായ മാറ്റമാണ് വന്നിട്ടുള്ളത്. പേര് പോലും എക്സാമിൻ്റെത് മാറിയിട്ടുണ്ട്. നിങ്ങൾ ഇപ്രാവശ്യം എഴുതാൻ വേണ്ടി പോകുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇത്ര കാലം ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ടാവും. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അതിനനുസരിച്ചായിരിക്കും ഫോളോ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതേ രീതിയിലാണ് നിങ്ങൾ വീണ്ടും പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഇപ്രാവശ്യത്തെ USS നേടുക എന്നുള്ളത് കുറച്ച് ടഫായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാറിയ പാറ്റേണിനനുസരിച്ച് നമ്മുടെ പഠനത്തെ പുനഃക്രമീകരിക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. പെരിഫറി ആയിട്ട് മാത്രം കാര്യങ്ങൾ പഠിച്ചു വരുന്ന ആളുകളാണെങ്കിൽ ആ ശീലം ഇന്നത്തോടുകൂടി മാറ്റിക്കോളൂ. കാരണം ക്വസ്റ്റ്യൻസ് വരുന്നത് ഏറ്റവും ഡീപ്പായിട്ടുള്ള നോളജ് കുട്ടിക്കുണ്ടോ എന്നുള്ള തരത്തിലുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, പഠിച്ച പാഠഭാഗങ്ങൾ ഓരോന്നും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടെ പഠിക്കുക. ഏതൊക്കെ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് ടീച്ചേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കുക. എങ്ങനെ ചോദ്യം വന്നാലും എഴുതാൻ പറ്റുന്ന പാകത്തിന്. ആ പാറ്റേണിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ജനറൽ നോളജിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ അത്ര കണ്ടിട്ട് ശീലിച്ചിട്ടുള്ള ആളുകളല്ല. സോഷ്യൽ സയൻസിൽ ഇപ്രാവശ്യം നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന മാറ്റം എന്ന് പറയുന്നത് പൊതുവിജ്ഞാനത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും ആനുകാലികം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പേപ്പർ വായിക്കാത്ത ശീലമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ പത്രം ഒന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഇനിയാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നേയുള്ള അതിൻ്റെ ആനുകാലികങ്ങൾ കമ്പയർ ചെയ്തിട്ടുള്ള എഡിഷൻസ് ഒക്കെ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും കാണാൻ വേണ്ടി പറ്റും. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞതിൽ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ടഫ്നെസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ പണി ഏറ്റവും കുറച്ചാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു കാര്യം. അതിനായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ പുറത്തുനിന്നൊരു സപ്പോർട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സൈലത്തിലെ എല്ലാ ടീച്ചേഴ്സും നിങ്ങളുടെ കൂടെയുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു ടെൻഷൻ മാറ്റി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണമെന്നും ഏതൊക്കെ ഏരിയാസ് ഫോക്കസ് ചെയ്യണമെന്നും നിങ്ങളുടെ കൂടെ നിന്ന് ഒരാൾ പറഞ്ഞു തരികയാണെങ്കിൽ ഈ എക്സാമുകളൊക്കെ, അത് USS എക്സാം എന്നല്ല, എല്ലാ എക്സാമുകളും നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അതിന് USSന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. USS മാത്രമായി കണക്കാക്കേണ്ട, USSനും ആനുവൽ എക്സാമിനും കൂടെ നിങ്ങളെ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു മെൻറ്ററിനെ പോലെ സൈലത്തിലെ ടീച്ചേഴ്സ് ഉണ്ട്. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ബാച്ചാണ് നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ ഗെയിമിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പല സമയത്തായിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള ചാപ്റ്റേഴ്സിൻ്റെ കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ അവഞ്ചേഴ്സ് എൻ ഗെയിം ബാച്ചിലുണ്ട്. ഇപ്പോൾ ന്യൂ ഇയറിന് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ന്യൂ ഇയർ ആയിട്ടൊരു ഗിഫ്റ്റ് സൈലം എന്തായാലും തരും. അപ്പോൾ NY15 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, 15% ഡിസ്കൗണ്ടോടുകൂടി കോഴ്സുകളിൽ എൻറോൾ ചെയ്യാൻ വേണ്ടി പറ്റും. തീർന്നിട്ടില്ല, ന്യൂ ഇയറിനോടനുബന്ധിച്ച് ജോയിൻ ചെയ്യുന്ന മക്കൾക്ക് മറ്റൊരു ഓഫർ കൂടെയുണ്ട്. നിങ്ങളിൽ 5 പേർക്ക് സ്മാർട്ട് വാച്ച് കൂടെ നേടാനുള്ള അവസരം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ പഠനം ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകേണ്ട കുറച്ച് സമയമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ന്യൂ ഇയർ റെസൊല്യൂഷൻസിൽ ഈ ഒരു കാര്യം എന്തായാലും ഉണ്ടാവട്ടെ. അപ്പോൾ USSന് പ്രിപ്പയർ ചെയ്യുന്ന മക്കളെല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ മിസ് പറയാം. നമ്മുടെ USSന് വേണ്ടി ഫോക്കസ് കൊടുത്ത് നമ്മൾ പഠിക്കുന്ന ബാച്ചാണ് ധ്രുവ ബാച്ച് എന്ന് പറയുന്നത്. തികച്ചും സൗജന്യമായിട്ടുള്ള ബാച്ചാണ്. അപ്പോൾ മാക്സിമം ആളുകൾ അതിലേക്ക് കൂടെ എന്ത് ചെയ്യുക, എൻറോൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന മക്കളെല്ലാവരും തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മാറുന്ന എക്സാം പാറ്റേൺ എന്തുമായിക്കോട്ടെ, സൈലം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.